അറിഞ്ഞോ? സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഗ്രാമിന് 50 രൂപ കുറവ്. അക്ഷയ തൃതീയ ദിവസം സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്പെഷ്യൽ ഓഫർ. ഈ അക്ഷയ തൃതീയ നാളിൽ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് പവന് 400 രൂപ കുറവും സ്വർണ്ണവിലയിൽ തന്നെ നൽകുന്നു. കൂടാതെ നിങ്ങളുടെ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ അന്നത്തെ സ്വർണ്ണവില നൽകുന്നു. അക്ഷയ തൃതീയ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈനിറങ്ങിയ സ്നേഹ സമ്മാനം. ഈ ഓഫർ മെയ് 10-ാം തീയതി മാത്രം. അക്ഷയ തൃതീയ പ്രമാണിച്ച് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുണ്ട്. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വടുതല, എനമലൂർ. ഏവർക്കും സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അക്ഷയ തൃതീയ ആശംസകൾ. 4 പതിറ്റാണ്ടിന്റെ നന്മകൾ ഓർമ്മയാക്കി റോസ്മേരി ടീച്ചർ വിരമിച്ചു. കുരുന്നുകളിൽ സ്നേഹവാത്സല്യത്തിന്റെ മധുരവും അറിവിന്റെയും ആരോഗ്യശീലങ്ങളുടെ കരുത്തും ആത്മവിശ്വാസത്തിന്റെ കരുതലും സമ്മാനിച്ച 40 വർഷങ്ങളുടെ സേവനകാലം പൂർത്തിയാക്കി റോസ്മേരി ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ പള്ളിപ്പുറത്തിന് മാത്രമല്ല അംഗനവാടി സേവനങ്ങളിലൂടെ നടന്ന ചരിത്രത്തിൽ നാഴികക്കല്ലാണ്. 1984 മുനമ്പം കടപ്പുറത്ത് 1-ാം നമ്പർ അംഗനവാടി വടക്കേ വീട്ടിൽ അല്ലേഷ് ലൂയിസിന്റെ വീട്ടുവരാന്തയിൽ ആരംഭിച്ചത് മുതൽ 22-ാം വാർഡിലെ മഞ്ഞുമാത അംഗനവാടിയിൽ 16 വർഷക്കാലത്തെ തുടർച്ചയായ അധ്യാപന ജീവിതം ഒരുപിടി മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി. ജനപ്രതിനിധികളായ രമണി അജയൻ, CH അലി, സുബോധ ഷാജി എന്നിവർക്കൊപ്പം വയോജന ക്ലബ്ബ് എന്ന ആശയം മുതൽ ആരോഗ്യ ജാഗ്രതാ ക്ലബ്ബുകൾ വരെ നീളുന്ന വിപുലമായ സേവനധാരകൾ സർക്കാരിനും പൊതുസമൂഹത്തിനും ഊർജ്ജവും മാതൃകയുമായി പിന്നീട് മാറി. ആബിധാളിൽ നടന്ന യാത്രയപ്പ് സംഗമം പ്രശസ്ത ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അവിടെ കൊണ്ടുപോയി ചേർക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയനാണ്. അത് സന്തോഷത്തോട് ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രിയങ്കരിയായ റോസ്മേരിക്ക് നല്ലൊരു സ്ത്രീകരണം തന്നെയാണ്. കാരണം ഇതിപ്പോൾ വലിയ മഹാരഥന്മാർ പിണറായി വിജയൻ പിരിഞ്ഞു പോകുന്നത് പോലെയോ നരേന്ദ്രമോദി പോകുന്നത് പോലെയോ വലിയ ജനക്കൂട്ടൊന്നും വേണ്ട. ഇവിടുത്തെ സ്നേഹം, ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അമ്മമാരുടെയും അമ്മമ്മമാരുടെയും എല്ലാ സ്നേഹം ഇവിടെ ഉണ്ട്. നോക്കുമ്പോൾ അറിയാമല്ലോ, ആ സ്നേഹമാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആണുങ്ങൾ കുറയും, കാരണം അവർ പണിക്ക് പോയിരിക്കുകയാണ്. പല ആളുകളും ജോലിക്ക് പോയിരിക്കുന്നു, പലരും ഗൾഫിലാണ്, നാട്ടിലില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പല ആണുങ്ങൾ എത്തിയിട്ടില്ല. എങ്കിലും പേരിനൊക്കെ ആണുങ്ങളുണ്ട്. അതൊന്നും ഒരു കുറവായിട്ട് തോന്നണ്ട. എല്ലാ വീട്ടമ്മമാരും, എല്ലാ അമ്മൂമ്മമാരും, എല്ലാ സഹോദരിമാരും, എല്ലാ അംഗൻവാടി വർക്കർമാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ഷാജി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CH അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെന്നി ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് അംഗം പോൾസൺ മാളിയേക്കൽ, ജില്ലാ വെക്ടറൽ കൺട്രോളർ ഹെൽത്ത് ഇൻസ്പെക്ടർ PG ആന്റണി, CDS മെമ്പർ മിനി ടിബിൻ, ജിഫി നിക്സൺ, കവിത ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. സീനത്ത് ജമാൽ, സന്ധ്യ ശിവൻ, ശരണ്യ TS, വിജയലക്ഷ്മി ദിലീപ്, ഷെറീന നസീർ, രേണുക ദിനീഷ്, ആഷ്ന അഷ്കർ എന്നിവർ നേതൃത്വം നൽകി. നമ്മളങ്ങനെ തോറ്റുപോകുന്ന ആളുകളായിട്ട് പോലും നമ്മളെ ജയിപ്പിച്ചെടുക്കുന്നത് പലപ്പോഴും നമ്മുടെ ഗുരുനാഥന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ അധ്യാപികയാണ് റോസ്മേരി ടീച്ചർ. ഈ പോളിസി മെമ്പറൊക്കെ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടീച്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ആൾ റോസ്മേരി ടീച്ചറാണ്. പലപ്പോഴും പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കും. സർവീസിൽ വന്നതിന് ശേഷം റോസ്മേരി ടീച്ചറോട് ഒപ്പം കുറച്ചാൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 22-ാം വാർഡ് എന്ന് പറയുമ്പോൾ ഒരു ക്രക്സാണ്, ഒരു കാതലാണ്. ആ കാതലിലെല്ലാം ഉണ്ട്. അതിൽ ഇങ്ങനെയുള്ള റോസ്മേരി ടീച്ചർ അതിൽ പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. ഇന്നലെ വരെയും. ന്യൂസ് ബ്യൂറോ, പള്ളിപ്പുറം.